ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വലിയൊരു ഒളിച്ചുകളി പൊട്ടിക്കാൻ വെച്ചിരുന്നൊരു ബോംബ് ഇപ്പൊ ഡിഫ്യൂസ് ചെയ്യപ്പെട്ടതിൻ്റെ ജാള്യതയും പ്രയാസവും ഒക്കെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പ്രതിഫലിച്ചത്. ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാതലായ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞാൻ ഉന്നയിച്ച കാതലായിട്ടുള്ള പ്രശ്നം എന്താ? സംസ്ഥാന സർക്കാർ രൂപം നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെയും സെബിയുടെയും ചിട്ടകള്, നിയമങ്ങള് പാലിച്ചുകൊണ്ട് വായ്പ എടുക്കാൻ അധികാരമുണ്ടോ? എന്താ ഇത് മതി. ഓക്കെ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്കും മറുപടി പറയുകയുണ്ടായി. എന്താ കാതലായ പ്രശ്നം? സംസ്ഥാന സർക്കാരിൻ്റെ അധികാരമാണ്. എന്തിനുള്ള അധികാരം? സംസ്ഥാന സർക്കാരിൻ്റെ വായ്പ എടുക്കുന്ന അധികാരം അതിന് കേന്ദ്രത്തിന് അനുമതി വാങ്ങണം. അതിന് ധനോത്തരവാദിത്ത നിയമത്തിൻ്റെ നിബന്ധനകൾ പാലിക്കണം. അതിനൊന്നും അതല്ല തർക്ക വിഷയം. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അവ വായ്പ എടുക്കാറുണ്ട്. അങ്ങനെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ? കിഫ്ബിയുടെ കാര്യത്തിൽ തന്നെ 1999 കിഫ്ബി രൂപം കൊണ്ടതിന് ശേഷം 99 ഇടതുപക്ഷ സർക്കാർ കിഫ്ബി ഉപയോഗിച്ച് വായ്പ എടുത്തു. 2002 UDF വായ്പ എടുത്തു. 2003 UDF വായ്പ എടുത്തു. ആരും പറഞ്ഞില്ലല്ലോ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. ഇപ്പോൾ UDF പറയുന്നു ഇതുവരെയും സംസ്ഥാനത്തിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനം വിനിയോഗിച്ച അധികാരം ഭരണഘടനാ വിരുദ്ധമാണ്. ഇതാണ് കോടതിയിലെ കേസ്. KPCC സെക്രട്ടറി വക്കാലത്ത് എടുത്ത് നടത്തുന്ന കേസിൻ്റെ മർമ്മം ഇതാണ്. CAG പറയുന്നത് അങ്ങനെ അധികാരമില്ല, കിഫ്ബി വഴി വായ്പ എടുക്കുന്നത് ഭരണഘടനയ്ക്കെതിരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്, UDF വ്യക്തമാക്കേണ്ടുന്ന കാര്യം ഇതാണ്. ഇത് നിങ്ങളിത് അംഗീകരിക്കുന്നു, ഈ നിലപാട്. മറ്റതൊക്കെ പ്രൊസീജിയറൽ കാര്യങ്ങൾ. നിങ്ങൾ നിയമസഭയുടെ അവകാശം ലംഘിച്ചോ? ഇങ്ങനെ ധനമന്ത്രി പറയാൻ പാടുണ്ടോ? ചട്ടലംഘനമല്ലേ? അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തീർപ്പ് വെക്കുന്നതിന് നിയമസഭാ നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടന്നോട്ടെ. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ ലാവ്ലിൻ കേസില്ലേ, അവിടെ നടന്നതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണേ. ലാവ്ലിൻ കേസും തുടങ്ങിയതുണ്ടല്ലോ,
ഒരു കരട് റിപ്പോർട്ട് വെച്ച AGയുടെ ആ കരട് റിപ്പോർട്ടിൽ പറഞ്ഞത് 374 കോടി രൂപ മുടക്കിയതിൽ നിന്ന് ഒരു ഗുണവും സംസ്ഥാനത്തിനുണ്ടായില്ല, മൊത്തം പാഴായിപ്പോയി എന്നതാണ് കരട് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് ലീക്ക് ചെയ്യിച്ചു. പിന്നീടുള്ളൊരു 10 വർഷക്കാലം ഇത് വെച്ചല്ലേ ആറാടിയത്. രമേശ് ചെന്നിത്തല അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണ റിപ്പോർട്ട് വന്നപ്പോൾ തിരുത്തി. എന്ത് തിരുത്തി? 374 കോടി രൂപക്ക് ആനുപാതികമായ നേട്ടമുണ്ടായില്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ പൂർണ്ണ റിപ്പോർട്ട് വന്നിട്ടും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ലാവ്ലിംഗ് കേസിൽ കൊടുത്ത ഹർജിയിലെ പഴയ കരടിലെ റിപ്പോർട്ടിലെ നിഗമനമാണ് ഉദ്ധരിച്ചത്. ഇന്നും പ്രചാരണം നടത്തുന്നത് മുഴുവനും 374 കോടി രൂപയുടെ നഷ്ടത്തെക്കുറിച്ചല്ലേ? അല്ല, ഇങ്ങനെ ചോർത്തുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ഉപയോഗിച്ചു രാഷ്ട്രീയമായി? അപ്പോൾ ഈ അനുഭവമുണ്ട്. ഈ അനുഭവം കിഫ്ബിയിൽ ആവർത്തിക്കാമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവും കൂട്ടരും കണ്ടത്. അത് പൊളിഞ്ഞു. അതിൻ്റെ വെപ്രാളോ നിലക്കണ്ടത്. അപ്പോൾ അവകാശ ലംഘനത്തിൻ്റെ കാര്യം അതിൻ്റെ മുറക്ക് ചട്ടങ്ങളനുസരിച്ച് പരിശോധന കാര്യങ്ങൾ നടന്നു. ഫൈനൽ റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ സഭയിൽ വെക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ പാടില്ല. അതിക്ക് മുമ്പ് ഓഡിറ്റ് ക്വയറീസ് ഉണ്ട്, കരട് റിപ്പോർട്ടുണ്ട്. അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ AGക്ക് അറിയിക്കും. പക്ഷെ ഇക്കാര്യത്തിൽ ഇതൊരു സാധാരണ കാര്യമല്ല. സംസ്ഥാനത്തിൻ്റെ ധനകാര്യ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന്. ഈ സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഭരണാനുമതി നൽകി. 30,000-ഓളം കോടി രൂപയുടേത് ട്രാക്കിലായി ടെൻഡർ വിളിച്ചു. ബാക്കിയുള്ള പദ്ധതി നടന്നു വരുന്നു. ഇത് പ്രൊസീജിയർ കെട്ടിടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരോട് ഒരിക്കൽ പോലും ഇങ്ങനെ ഞങ്ങൾക്കൊരു ധാരണയുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം, 76 ക്വറീസ് ചോദിച്ചിട്ട് ഒരിക്കൽ പോലും ഇത് ഭരണഘടനാനുസൃതമാണോ എന്നുള്ള ചോദ്യം ചോദിക്കാതെ എക്സിറ്റ് മീറ്റിങ്ങും കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കരട് റിപ്പോർട്ട് CAG അല്ല ആരുണ്ടാക്കിയാലും കണ്ടില്ലെന്ന് അടിച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഇത് പറയുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല, പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചല്ല, ഞങ്ങളുടെ ഓഡിറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ഓഡിറ്റ് അനുവദിക്കുന്നില്ല. ഇന്നലെ TV ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ BJP പ്രതിനിധി പറയുന്നത് വായ്പ എടുക്കാൻ അവകാശമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, എടുക്കുന്ന വായ്പ നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു, അതിൻ്റെ ഓഡിറ്റിങ് നിങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രേഖകൾ വിതരണം ചെയ്യും. ഒന്ന് UDF ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, കഴിഞ്ഞ UDF ഭരണത്തിൽ 24/1/2006 CAGയുടെ കത്താണ്. നിങ്ങൾ CAGയെ കിഫ്ബിയുടെ ഓഡിറ്ററായി നിയമിക്കണം. അന്ന് UDF ഭരണത്തിൻ്റെ കീഴിൽ
UDF നൽകിയ മറുപടിയാണ് നിങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്യുന്നത്. അലോക് ഷീല് അദ്ദേഹം എഴുതി, ഇൻട്രസ്റ്റിംഗ് ഓഡിറ്റ് ഓഫ് ദ ബോർഡ്സ് അക്കൗണ്ട്സ് വിത്ത് C&AG does not arise at this stage as it is not envisaged in either KIFBI Act or scheme. UDF കൊടുത്ത മറുപടിയാ. നിങ്ങൾ രേഖ ഞാൻ നിങ്ങൾക്ക് തരാൻ പോയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും മറുപടി ഇപ്പം കിഫ്ബി നൽകിയിട്ടുണ്ട്? 2002 ഈ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് അതിനെ കള്ളാസ് തരാം. 2006 UDF ഭരണം അവസാനിക്കുമ്പോഴും C&AG ഞങ്ങളെ നിങ്ങളുടെ ഓഡിറ്ററായിട്ട് നിയമിച്ച് ഗവർണർ വഴി അറിയിക്കണം. UDF അന്നത്തെ അലോക് ഷീൽ നൽകിയ മറുപടി, ദാറ്റ് ഇഷ്യൂ ഡസ് നോട്ട് അറൈസ്. കാരണം കിഫ്ബിയുടെ ഓഡിറ്ററെ നിശ്ചയിക്കാൻ കിഫ്ബി നിയമത്തിൽ വ്യവസ്ഥ വേറെയുണ്ട്, അതനുസരിച്ചാണ് വെക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യവസ്ഥ വെക്കുന്നത്? ഒരു ധനകാര്യ സ്ഥാപനമാവുമ്പോഴേ പല ഘട്ടങ്ങളിലും വായ്പ പെട്ടെന്ന് എടുക്കേണ്ടി വരും. ഇപ്പം നോക്കൂ, എത്ര ഏജൻസികളോടാണ് ഒരേ സമയം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഫിച്ച് റേറ്റിംഗ് വന്നു. കാരണം നമ്മുടെ റേറ്റിംഗ് എല്ലാ വർഷവും എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഓഡിറ്റഡ് അക്കൗണ്ട് അപ് ടു ഡേറ്റ് കൊടുക്കണമെന്ന് അത് C&AG ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഒരു ഫിച്ച് റേറ്റിംഗ് വരുന്നുണ്ട്, നിങ്ങളുടെ ഓഡിറ്റഡ് അക്കൗണ്ട് സൈൻ ചെയ്ത് തന്നെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഈ ബിസിനസ് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കിഫ്ബി നിയമത്തിൽ വ്യവസ്ഥ, അതുകൊണ്ടാണ് UDF സർക്കാർ അങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. രേഖ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ഇപ്പോഴും കിഫ്ബി അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കേരള സർക്കാരിൻ്റെ ഓഡിറ്റർ കിഫ്ബിയാണ്, അല്ല C&AG ആണ്. മറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റുകളും ബാക്കിയെല്ലാം പരിശോധിക്കുന്നത് 14(1) പ്രകാരമാണ്. ആ റിപ്പോർട്ട് എത്ര വിശദമാണ്. പൊതുമേഖലാ സ്ഥാപനം കൊണ്ടേ കൊടുക്കുന്ന കണക്ക് പരിശോധിക്കാനല്ല, എന്തും പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 14(1) പ്രകാരം നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ C&AG എന്തിനെന്ന് അറിയത്തില്ല, 21 പ്രകാരമുള്ള ഓഡിറ്റാണ് വേണ്ടത്, സെക്ഷൻ 20 പ്രകാരമുണ്ട്. വിവാദമായി. നിങ്ങളാ വിവാദം ഓർക്കുന്നത് എങ്ങനെയാണ് AG അയക്കുന്ന കത്ത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ വരുന്നത്? ഓരോ തവണയും കത്ത് ഭരിക്കുമ്പോഴേക്കും അതെങ്ങനെയാണ് പത്രമാധ്യമങ്ങളിൽ വാർത്തയാവുന്നത്? AG പറയുന്നത് 20-ാം വകുപ്പ് പ്രകാരം വേണം. നമ്മൾ മറുപടി കൊടുത്തു, ഈ 14(1) പ്രകാരം ഓഡിറ്റ് നടത്താൻ പറ്റാത്ത സ്ഥാപനത്തിനാണ് 20(1) വകുപ്പ്. ചില സ്ഥാപനങ്ങളെ ഇപ്പോൾ സർക്കാർ ഷെയറൊക്കെ വിറ്റു, സർക്കാരിൻ്റെ ഷെയർ മാറി, അത് പൊതുമേഖലാ സ്ഥാപനമല്ലാതെ വന്നു, പക്ഷെ അത് ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 20 പ്രകാരം 20(1) പ്രകാരം ചെയ്യാം. കിഫ്ബി നാളെ അങ്ങനെ വല്ലതും ആയാലോ, അപ്പം നോക്കിയാൽ പോയി. ഇത് C&AG അംഗീകരിച്ചു. എന്നിട്ട് സെക്ഷൻ 14(1) പ്രകാരമുള്ള ഓഡിറ്റ് നടന്നു, സമഗ്രമായ ഓഡിറ്റ്. 76 ക്വറീസ് ഉണ്ടായി, അതിനൊക്കെ മറുപടി കൊടുത്തു. ഒരു ക്രമക്കേടും കണ്ടില്ലട്ടാ. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് എന്താ പറയുക, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഡിറ്റ് തടഞ്ഞു. പറഞ്ഞ് അതൊരു പൊതുസമ്മതിയാക്കി മാറ്റാം. എന്തോ കിഫ്ബിയിൽ ഓഡിറ്റ് നടക്കുന്നില്ല എന്ന് രേഖ കൊടുക്കുകയല്ല. കിഫ്ബിയിൽ രേഖയൊന്നും പറഞ്ഞൊന്നുമില്ല, എല്ലാം ഓൺലൈനായിട്ടാണ്, സർവ്വതും ഓൺലൈനാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നോക്കിക്കോ. ഏത് സർക്കാർ ഓഫീസിൽ AGക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്? നോവ്
വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജി എസ് കൗൺസിൽ സമ്മതിച്ചിട്ടില്ല. കിഫ്ബി ചെയ്തു, ഓഡിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഏജ് പറഞ്ഞു ഏതാനും മാസവും കൂടി ഞങ്ങൾക്ക് ഈ പാസ്വേഡ് വേണം, ക്രോസ് റെഫറൻസിന് കൊടുത്തു. ഒരു തർക്കമില്ല. എന്തവിടെ മറക്കാനുള്ളത്? അതുകൊണ്ട് പ്രതിപക്ഷ നേതാവേ, ഈ കള്ളം പറച്ചിൽ നിർത്തണം. എന്താ കള്ളം? നിങ്ങളുടെ ഭരണകാലത്ത് കൊടുത്ത മറുപടി തന്നെ ഇന്നും കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് C&AG ഓഡിറ്റ് അങ്ങ് തടഞ്ഞു എന്നും പറഞ്ഞുള്ള വാദമായിട്ട് നീ പറയുന്നത് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കാലത്ത് പറഞ്ഞതിന് കാരണം എന്ത് വിശദീകരിക്കും. രണ്ടാമത്, നിങ്ങൾ എന്തെങ്കിലും ഒരു അഴിമതിയെ കുറിച്ചോ ക്രമക്കേടിനെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ? ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ MLA-മാരും മാധ്യമങ്ങളിലൂടെ ടെലിവിഷനിലൂടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇന്ന പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും MLA എൻ്റെ മണ്ഡലത്തിൽ ഈ പ്രോജക്റ്റ് നടത്തുന്നതിൽ അഴിമതിയുണ്ട് എന്ന് നിയമസഭയിലോ പുറത്തോ ആക്ഷേപിച്ചിട്ടുണ്ട്? നിങ്ങൾ മറുപടി പറയണമെന്ന്. നന്നായി നടക്കുന്നൊരു സ്ഥാപനത്തെ അടിസ്ഥാനരഹിതമായിട്ട് ആക്ഷേപിച്ച് നാവിന് എല്ലില്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയാം എന്നൊരു അഹന്തയിൽ നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്താണ് കിഫ്ബിയിൽ അഴിമതി എന്ന് നിങ്ങൾ വിശദീകരിക്കുക. എവിടെയാണെന്ന്? കിഫ്ബിയുടെ പ്രൊജക്റ്റുകൾ വിതരണം ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയം നോക്കിയിട്ടാണ്. അപ്പോൾ തീരദേശ റോഡ് പോകുന്നത്, മലയോര റോഡ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മേജർ റോഡുകൾ കിഫ്ബിയിലെടുത്തിരിക്കുന്ന പോകുന്നത് മസൈസക് മാധ്യമങ്ങളെ കാണുകയാണ്. കിഫ്ബിക്കെതിരായ ആരോപണത്തിൽ അദ്ദേഹം മറുപടി നൽകുകയാണ്. പ്രതിപക്ഷ നേതാവ് വീണ്ടെടുത്ത് കിടന്ന് ഉരുളുകയാണെന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വായ്പയെടുക്കാൻ അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് UDFിൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നും ധനമന്ത്രി കിഫ്ബിയിൽ CAG ഓഡിറ്റ് നടത്താൻ ശ്രമിച്ചുവെന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഓഡിറ്റ് നടത്തിയതുകൊണ്ടാണ് റിപ്പോർട്ടുണ്ടായത്. കിഫ്ബി പ്രോജക്റ്റ് നടപ്പാക്കുന്നതിൽ ആരും ഇതുവരെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലെന്നും മന്ത്രി. ഇതിന്റെ റിപ്പോർട്ടോ FTAC-ന്, ഫണ്ട് ട്രസ്റ്റ് ഫിഡലിറ്റി ബോർഡ്, ആരാത്? വിനോദ് റോയ്, ഇന്ത്യയുടെ ഏറ്റവും സമുന്നതനായ അംഗീകാരം നേടിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി, അവർ പരിശീലിച്ച് അവരുടെ കമന്റോടുകൂടി നിയമസഭയിൽ തരുന്നു. നിയമസഭ അത് പബ്ലിക് അക്കൗണ്ട് ചർച്ച ചെയ്യും. ഇതാണെന്ന് കിഫ്ബി. ഇങ്ങനെ ചെയ്താലേ ഈ കൈ നീട്ടുമ്പോഴേ 50,000 കോടി കിട്ടത്തുള്ളൂ കേട്ടോ. ക്രെഡിബിലിറ്റി വേണം സ്ഥാപനത്തിന്. അതുകൊണ്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇത് വേണമെന്നറിയാം. അപ്പോ ചെയ്യും. ഇതാണെന്ന് കിഫ്ബി. ഇങ്ങനെ ചെയ്താലേ ഈ കൈ നീട്ടുമ്പോഴേ 50,000 കോടി കിട്ടത്തുള്ളൂ കേട്ടോ. ക്രെഡിബിലിറ്റി വേണം സ്ഥാപനത്തിന്. അതുകൊണ്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇത് വേണമെന്നറിയാം. അപ്പോ ഒരു അടിസ്ഥാനമില്ലാതെ എത്ര പ്രാവശ്യം പറയണം? അഴിമതി മറച്ചു വെക്കാനാണ്. ഓഡിറ്റില്ല, എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ പറയുന്നതിന്? അപ്പം ഞാൻ വീണ്ടും പറയണം, ശരിയായിട്ടുള്ള പ്രശ്നം എന്താ? ഒന്ന്, മസാല ബോണ്ട് എടുത്തത് തെറ്റോ ശരിയോ പറയണം. ഞാനൊന്ന് പറയട്ടെ,
കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ 2016 NTPC 2000 കോടി രൂപ മസാല ബോണ്ട് വഴി സമാഹരിച്ചു. പീയൂഷ് ഗോയൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രഖ്യാപിച്ചത് ഊർജ കമ്പനികൾ $1 ബില്യൺ വിദേശത്തുനിന്ന് വായ്പ എടുക്കുന്നതാണ്. സർക്കാരല്ലാട്ട കമ്പനികൾ. നാഷണൽ ഹൈവേ അതോറിറ്റി 5000 കോടി രൂപ സമാഹരിക്കുന്നതിന് തീരുമാനമെടുത്തു. അതിൻ്റെ ഓപ്പണിംഗ് സെറമണിക്ക് കേരള മുഖ്യമന്ത്രി പോയ പോലെ ഓപ്പണിംഗ് സെറമണിക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അന്ന് മണിയടിച്ചത് നിതിൻ ഗഡ്കരിയാണ്. പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യം അല്ല, കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ അവകാശം പാടുള്ളൂ, സംസ്ഥാനങ്ങൾക്ക് ഈ അധികാരം വേണ്ട എന്നുള്ളതാണെങ്കിൽ പറയുന്നത്. കേരളത്തോട് പറയും. ഞങ്ങൾ പറയുന്നത് കേരളത്തിന് വേണമെന്നുള്ളതാണ്. അതല്ല, സംസ്ഥാനത്തിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഈ അധികാരം 2002-ലും 2003-ലും UDF സർക്കാർ ഇതേ കിഫ്ബി വെച്ചിട്ട് വായ്പ എടുത്തതല്ലേ? ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അധികാരം ഇനി വേണ്ട, കേന്ദ്രത്തിന് അടിയറ വെക്കണം എന്നാണോ പറയുന്നത്? ആ ഏജ് പറയുന്നതിന് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഞങ്ങൾ ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഏത് പഞ്ചായത്ത് എടുത്താലും ഏത് നഗരസഭ എടുത്താലും അവിടെ ഇന്ന് കിഫ്ബി ഉണ്ട്. പണി തീർന്ന സ്കൂള്, പണി നടക്കുന്ന സ്കൂള്, പണിതുകൊണ്ടിരിക്കുന്ന ആശുപത്രികൾ, റോഡുകൾ, പാർക്കുകൾ, സാംസ്കാരിക നിലയങ്ങൾ, സ്റ്റേഡിയങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കെന്ന്. ഏതെങ്കിലും കാലത്ത് ഇന്ന് ഇന്ത്യ ഒരു മാന്ദ്യം നേരിടുമ്പോഴേ ഇന്ത്യ സർക്കാർ അവരുടെ ക്ലെയിം എത്രയാ? ഞങ്ങൾ 2.65 ലക്ഷത്തിൻ്റെ സ്റ്റിമുലസ് പാക്കേജ് ഉണ്ടാക്കുന്നു ഇന്ത്യക്ക് വേണ്ടി. മൊത്തം ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട്, 1 ലക്ഷം കോടി വരുന്നില്ല. ആകെ ഇന്ത്യ സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് 3 ലക്ഷം കോടിയിൽ താഴെയാണ് പാക്കേജ്. അപ്പോഴാണ് ഈ കേരളത്തിൽ ഈ മാന്ദ്യകാലത്ത് 50,000 കോടി രൂപയുടെ പാക്കേജ്, സ്റ്റിമുലസ് പാക്കേജ് നടപ്പാക്കും. ഇതൊന്നും വേണ്ട. കിഫ്ബി വേണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം ചെയ്താട്ടെ, നിങ്ങളുടെ സൂത്രവിദ്യ ഒന്ന് പറഞ്ഞതാ. അല്ല, UDF അധികാരത്തിൽ വരുമ്പോൾ ഈ കിഫ്ബി സംവിധാനം വേണ്ട, ഈ പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ ബദൽ സംവിധാനം എന്ത്? ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയും. ഈ ഗൊഗ്ഗോവിളിയല്ലെന്ന് രാഷ്ട്രീയം. നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ പരിപാടി? ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ സുതാര്യമായിട്ട് വെച്ചിരിക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 2 ലക്ഷം കോടി രൂപയുടെയെങ്കിലും മുതൽ മുടക്ക് നടത്തും. സിൽവർ ലൈൻ 60-70,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷമാകുമ്പോഴേ വരത്തുള്ളൂ. ഇൻഡസ്ട്രിയൽ കോറിഡോർ, ദേശീയ ഇൻഡസ്ട്രിയൽ കോറിഡോറിന് ബന്ധപ്പെട്ട് വരുന്നതാണ്. 20,000-30,000 കോടി രൂപയെങ്കിലും മുടക്കേണ്ടതിന്. ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ നടപ്പാക്കുന്നതല്ല. അടുത്ത 5 വർഷം കിഫ്ബിയുടെ ഈ 50,000 കോടി, ഈ 2 ലക്ഷം കോടി രൂപ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? നിങ്ങളുടെ പരിപാടി എന്താ? ഈ കേരളത്തിന് നവകേരളം സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ പരിപാടി എന്താന്ന് പറഞ്ഞേ. ബഡ്ജറ്റിൽ നിന്ന് മിച്ചം വരുന്നത് കാശുടുക്കലിട്ട് ഇതൊക്കെ പണിയാന്നാണോ UDF ചിന്തിക്കുന്നത്? അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ. ചർച്ച അതിലേക്ക് വരണം. വെറുതെ വരട്ടെ ഒന്നും വേണ്ട.
ഇവിടെ പേടിയൊന്നുമില്ല കേട്ടോ. എന്തോ BJP പ്രസിഡന്റ് എന്തോ ഒരു ഭീഷണിയൊക്കെ കൊടുത്തിരിക്കും. അതൊക്കെ വല്ല വടക്കേൻ്റെ മതി കേട്ടോ, ഈ കേരളത്തിലൊന്നും വേണ്ട, അത്രക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഈ BJP അത്രക്കായിട്ടില്ല കേരളത്തിൽ. BJPയുടെ B ടീം ആവരുത് കേട്ടോ പ്രതിപക്ഷം തന്നെ. മിനിമം ഒന്നുമില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോട് ചോദിക്കും, അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ, അവസാനത്തെ ബഡ്ജറ്റിൽ ഇങ്ങനൊരു കിഫ്ബി വേണം, ഇങ്ങനൊരു സംവിധാനം വേണം എന്ന് പറഞ്ഞിരുന്നോ എന്നൊന്ന് ചോദിച്ചേ. ഇതിക്ക് മുമ്പ് ധനമന്ത്രിമാരായിരുന്നവരോട് ആന്റണിയുടെ കാലത്ത് അവരോടൊന്ന് ചോദിച്ചാട്ടെ അന്ന് കിഫ്ബി വായ്പ എടുത്തിരുന്നോ എന്ന്. നിങ്ങളുടെ തന്നെ കൂടെയുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നാടിൻ്റെ നന്മയെ തകർക്കുന്ന ഏർപ്പാടിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികാര കൊതി കൊണ്ട് അന്ധനായിരിക്കണത്. എന്ത് ചെയ്താലും, എന്ത് തകർത്താലും, എന്ത് വന്നാലും താറടിക്കാൻ പറ്റുമോ, തനിക്കൊരു കൈ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ രാഷ്ട്രീയം അദ്ദേഹത്തെ എങ്ങും കൊണ്ടെത്തിക്കാൻ പോകുന്നില്ല. ശരി, ചോദ്യങ്ങളാണ്. Yes, we are preparing a very elaborate reply, more than 100 pages. It will be given to C&AG through CS ആയിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. ആ പ്രതികരണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് എന്തൊക്കെ അസംബന്ധങ്ങളാണ് കരട് റിപ്പോർട്ട് എന്ന് പറയുന്നത് എഴുതി വച്ചിരിക്കുന്നത്. യു സിംപ്ലി അസേർട്ട് 99-ലുണ്ടായിരുന്ന ഭരണഘടന തന്നെയാണല്ലോ ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടന. വേറെ ഭരണഘടന ഒന്നും വന്നിട്ടില്ലല്ലോ. കിഫ്ബി അന്നുള്ളത് തന്നെ നിയമത്തിൽ കൂടുതൽ സുരക്ഷിതത്വം കൊണ്ടുവന്നു. പഴയ കിഫ്ബിയിലെ ആക്ടിലെ ഇങ്ങനെ വായ്പ എടുക്കുന്ന പണം ബഡ്ജറ്റിൽ കൊണ്ടുപോകരുത്. അങ്ങനെ ബഡ്ജറ്റിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കിഫ്ബി ബോണ്ട് വഴിയെടുത്ത പണം വിനിയോഗിച്ചത് ഒരു വലിയ തെറ്റായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു 10 പൈസ ട്രഷറിയിലേക്ക് ഇടാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ടതിൽ കിഫ്ബിയിൽ വല്ല മാറ്റം വന്നു. സോ വാട്ട് ഈസ് ചേഞ്ച് എക്സെപ്റ്റ് സർട്ടൺ പൊളിറ്റിക്കൽ മോട്ടീവ്സ്? ഇതുവരെ ചോദിക്കാത്ത ഈ ചോദ്യം ഇപ്പം ഇങ്ങനെ പൊന്തി വന്നത്. സോ വളരെ വിശദമായിട്ട് അതിൻ്റെ മോഡലിംഗ് അടക്കം ആധുനിക ഫിനാൻസിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ബാധ്യത വരുമോ? നത്തിങ്. നിയമത്തിൽ പറഞ്ഞ പോലെ തുക കൊടുക്കണം. സി ദർ ഇസ് സംതിങ് കോൾഡ് അസറ്റ് ലയബിലിറ്റി മാച്ചിങ്. നമ്മൾ എല്ലാ ഡേറ്റയും നമ്മുടെ കമ്പ്യൂട്ടറിൽ, ഇത് കമ്പ്യൂട്ടർ പറയും 2025 ജനുവരിയിൽ നിങ്ങളുടെ ബാധ്യത എന്തായിരിക്കും. ബാധ്യത വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് ഗോ എത്ര ബില്ല് വരും. ഓരോ പ്രൊജക്റ്റ് പാസ്സാക്കുമ്പോഴും ആ പ്രൊജക്റ്റിൻ്റെ കൃത്യം പേയ്മെൻറ്റ് എന്ത് വരും. ഓരോ ആക്ടിവിറ്റിയും ഇങ്ങനെ നടന്നാൽ പേയ്മെൻറ്റുകൾ വരുന്നത്. അപ്പം നമുക്ക് ഇനിയുള്ള 10, 20, 15 വർഷക്കാലം പേയ്മെൻറ്റ് എത്രയാണ് വരുന്നതെന്നറിയാം. എടുത്ത വായ്പയുടെ പേയ്മെൻറ്റ് എന്ത് വരും, അതാണ് ലയബിലിറ്റി വരുന്നത്. ഇതിന് അസറ്റ് മാച്ച് ചെയ്യണം. എപ്പോഴും ലയബിലിറ്റിയൊക്കെ കൂടുതൽ അസറ്റ് നിൽക്കണം. അസറ്റ് എന്താ? 2 കാര്യമുള്ളൂ. ഒന്ന് സംസ്ഥാന സർക്കാർ തരുന്ന ഗ്രാൻഡ്, അത് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് റവന്യൂ ഏണിംഗ് പ്രൊജക്റ്റുകൾ 25% ഉണ്ട് അതിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ 50,000 കോടിയെ പ്രൊജക്റ്റ് നൽകാൻ പാടുള്ളൂ എന്നാണ് വെച്ചിരുന്നത്. അസറ്റ് ലയബിലിറ്റി മാച്ചിങ് വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രൊജക്റ്റ് ഹൊറൈസൺസൊക്കെ റിവൈസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു 3-4 മാസം കൂടി ഉറപ്പിച്ചു.
ലാൻഡ് അക്വിസിഷൻ ഉണ്ടെങ്കിൽ ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസവും കൂടി നീട്ടേണ്ടി വരും, അല്ലെങ്കിൽ 1 വർഷം കൂടി നീട്ടേണ്ടി വരും. സോ ഞങ്ങളുടെ ലയബിലിറ്റി ഗ്രാഫ് കുറച്ചും കൂടി ഉയർന്നു. സോ നൗ വി ഹാവ് എക്സ്പാൻഡ് ടു 60,000 crores. സി ദിസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് പറയാം കിഫ്ബിയുടെ ഇന്ന മാസം എങ്ങനെയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും തിരിച്ചടവില്ലാത്ത ഒരവസ്ഥ വരുന്നില്ല. സർക്കാരിന് ഒരു ലയബിലിറ്റിയും അതിൻ്റെ ഫലമായിട്ട് നടത്തേണ്ടി വരില്ല. നിയമത്തിൽ പറഞ്ഞത് മാത്രം നൽകിയാൽ മതി. സോ ഈ ബിസിനസ് മോഡൽസ് കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് വെച്ചിട്ട് സിയാജിൻ്റെക്ക് വേണ്ടി മാത്രമല്ല, നാട്ടിലെ ജനങ്ങൾക്ക് കൂടി വിതരണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നെടുത്ത വായ്പ ഇന്നെടുക്കുന്ന വായ്പയും തമ്മിലുള്ള വ്യത്യാസം നത്തിങ് ക്വാളിറ്റേറ്റീവ്ലി. അന്ന് ഇങ്ങനെ ഒരു ഭാവന ഇതുപോലെ എടുക്കാൻ പറ്റും എന്നുള്ളതില്ല. ബട്ട് ഒരു ധനകാര്യ സ്ഥാപനം ഉണ്ടാക്കി അത് വായ്പ എടുക്കും. നമ്മൾ എന്ത് ചെയ്തു? ഇതിലേക്ക് റവന്യൂ സ്ട്രീം സർക്കാരിൻ്റെ കൊണ്ടുവന്നു. സർക്കാരിൻ്റെ മോട്ടോർ വാഹന നികുതിയുടെ പാതി കൊടുക്കാം എന്ന് വന്നതോടുകൂടി റീപേയ്മെൻറ്റ് ഫെസിലിറ്റി വർദ്ധിച്ചു. അപ്പോൾ കൂടുതൽ വായ്പ എടുക്കാൻ പറ്റുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ആന്വിറ്റി സ്കീമിൻ്റെ വേറൊരു ഫോമാണ്. നമ്മുടെ ഇവിടെ ഉദാഹരണത്തിന് പല പ്രൊജക്റ്റുകളും ഇപ്പം തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം 20 years ആനുമിറ്റിയാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ആ റോഡുകൾ മുഴുവൻ പണിയേണ്ടി വരുന്ന തുക 20 വർഷം കൊണ്ട് തുല്യ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ കോൺട്രാക്ടർ 20 വർഷത്തെ പലിശ കൂടി ചേർത്തിട്ടുള്ളതാണ് കോൺട്രാക്ട് എമൗണ്ട് വെക്കുക, മെയിൻ്റനൻസ് അടക്കം. ദാറ്റ് ഈസ് ദ ആനുവിറ്റി സ്കീം. ഒരു UDFൻ്റെ കാലത്ത് എത്ര ആനുവിറ്റി സ്കീം എടുത്തിരിക്കുന്നു? ആ ആനുവിറ്റി സ്കീം ആരെങ്കിലും ബഡ്ജറ്റ് കണക്കി ചേർത്തിട്ടുണ്ടോ? സർക്കാരിൻ്റെ വായ്പയായിട്ട് വെച്ചിട്ടുണ്ടോ? ഇതുപോലൊരു ആനുവിറ്റി സ്കീമാണ്. എക്സെപ്റ്റ് തുല്യ എമൗണ്ടല്ല കൊടുക്കുന്നത്. ഗ്രോയിങ് ആനുവിറ്റി ബിസിനസ് മോഡൽ എന്നാണ് എന്നെ വിളിക്കുന്നത്. കിഫ്ബി ഈസ് എ ഗ്രോയിങ് ആനുവിറ്റി ബിസിനസ് മോഡൽ. കാരണം ഈ കൊടുക്കുന്ന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അന്നത്തെ അപേക്ഷിച്ച് വായ്പ എടുക്കാനുള്ള കപ്പാസിറ്റി കിഫ്ബിക്ക് വളരെ വലുതാണ്. രണ്ടാമത്തെ വ്യത്യാസം, വളരെ റിഗറസ് ആയിട്ടുള്ള ചെക്സ് ആൻഡ് ബാലൻസ് കൊണ്ടുവന്നു. എക്സെപ്റ്റ് ഫോർ ചീഫ് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, ദർ ഇസ് നോ പൊളിറ്റിക്കൽ ലീഡർ. വി ആർ ദർ നോ എക്സ് ഒഫീഷ്യോ ബേസിസ്. ബാക്കിയുള്ളവർ ആരാണെന്ന് നബാർഡിൻ്റെ, സെബിയുടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാങ്കുകളുടെ ഒക്കെ ചെയർമാൻമാരായിരുന്ന ആളുകൾ, ഏറ്റവും അംഗീകാരമുള്ള ആളുകൾ, ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻറ്റ്, അവിടെ പോയിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യത്തില്ല. മാർക്കറ്റിന് ഇത് അറിയാം, ഇവരെ അറിയാം. അല്ലപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ടില്ല തരുന്നത്. ഇറ്റ്സ് എ വെരി ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ബോർഡാണ് എന്നുള്ളത്. ഈ എഫ്ടാക്ക് സംവിധാനം. സോ വി ഹാവ് ബിൽറ്റ് ഇൻ ഓൾ ദിസ് എന്താ പറയുക, ഡബിൾ സെക്യൂരിറ്റി. അതുകൊണ്ട് ക്രെഡിബിലിറ്റി വളരെ കൂടുതലാണ്. എങ്ങനെയാണ് ഫിച്ചിൻ്റെ BB റേറ്റിംഗ് കിട്ടുന്നത്? അതിൽ താന്നു കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളുടെ ഇങ്ങനെയുള്ള ഒരു കമ്പനികൾക്കും ഈ റേറ്റിംഗ് ഇല്ല, ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഇല്ല. ഇത് യാദർച്ഛ്യമായി കിട്ടുന്നതല്ലെന്ന്. നമ്മളിതിൻ്റെ ഡിസൈനിൽ, ഇതിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാം ഇത് കൊണ്ടുവരുന്നു. ഇതിൽ അഴിമതി ഉണ്ടാവില്ല എന്നൊക്കെ അവർ ഉറപ്പ് വരുന്നു. അപ്പോൾ ഇതുമൂലം ഇതെടുക്കാനുള്ള കപ്പാസിറ്റി വളരെ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ എടുക്കുന്ന പണം അന്ന് ചെയ്തതുപോലെ സർക്കാരിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് മുഴുവൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ വ്യവസ്ഥകളും ചേർത്തിട്ടുണ്ട്.
ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. It's not clear to me. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉള്ളത് ഒന്ന്, എക്സ്റ്റേണൽ ബോറോയിങ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിലാണ്, സംസ്ഥാന സർക്കാരിന് അവകാശമില്ല. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ബോറോയിങ് എല്ലാം കേന്ദ്രം എടുത്തിട്ട് പാസ് ഓവർ ചെയ്യുന്ന ലോൺസാണ്. അപ്പോൾ ഇപ്പം തർക്കം ഏജിയായിട്ടുള്ളത് കിഫ്ബി സംസ്ഥാന സർക്കാരാണോ അല്ലേ എന്നുള്ളത്. ലളിതമായി പറഞ്ഞു, കിഫ്ബി പറയുന്നത് ഞങ്ങളൊരു കോർപ്പറേറ്റ് ബോഡിയാണ്, ബോഡി കോർപ്പറേറ്റ്. നഹായ് പോലെ, NTPC പോലെ, ബാക്കി കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങൾ പോലെ, നമ്മുടെ മെട്രോ പോലെ ഉള്ള ഒരു ബോഡി കോർപ്പറേറ്റാണ്, സംസ്ഥാന സർക്കാരല്ല. അതുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെയും സെബിയുടെയും അംഗീകാരമുണ്ടെങ്കിൽ മറ്റേത് കമ്പനിയെ പോലെ ഞങ്ങൾക്കും വായ്പ എടുക്കാം. അത് ഈ ഭരണഘടനയിലെ 293 അനുച്ഛേദത്തിൻ്റെ നിയന്ത്രണത്തിൽ വരില്ല. ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ്. ഇതാണ് തർക്കം വരുന്നൊരു കാര്യം. ഇതിനെ മറികടക്കാൻ വേണ്ടി ഏജ് കണ്ടുപിടിച്ചിരിക്കുന്ന സൂത്രം, ഇതിൻ്റെ റീപേയ്മെൻറ്റ് മുഴുവൻ സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ലയബിലിറ്റി കണ്ടിൻജൻ്റ് അല്ല. എന്ന് വെച്ചാൽ കിഫ്ബി പൊളിഞ്ഞു പോയാൽ സർക്കാരിൻ്റെ മേത്ത് വരുമെന്നല്ല, സർക്കാരാണ് ഇതിൻ്റെ ലയബിലിറ്റി മുഴുവൻ കൊടുക്കുന്നത്. തെറ്റ്. കിഫ്ബിയുടെ 25% വായ്പകൾ റവന്യൂ ഏണിംഗ് ആണ്. ഇപ്പോൾ FACTയുടെ 800 ഏക്കർ ഭൂമി എടുത്തു, അതിന് 400 ഏക്കർ നമ്മുടെ കൊച്ചിൻ റിഫൈനറി വാങ്ങി, 400 കോടി രൂപ. ആ പണം തിരിച്ചടച്ചു കിൻഫ്ര, പലിശയും മുതലടക്കം. സോ വി ആർ റിസീവിങ് ദ മണി. അല്ലാതെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഗ്രാൻഡിൽ നിന്ന് മാത്രമല്ല. സോ ലൈക്ക് എനി അതർ പബ്ലിക് സെക്ടർ കിഫ്ബിക്ക് കിഫ്ബിയുടേതായിട്ടുള്ള വരുമാനമുണ്ട്, പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് ശരി. എന്ന് മാത്രമല്ല, നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത പോലെ ഈ ഗ്രാൻഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ വേറെ അധികമായിട്ടുള്ള ലയബിലിറ്റി ഇല്ല. ഭാവിയിലുള്ള ഒരു കൊണ്ടിൻജൻ്റ് ലയബിലിറ്റി ഇല്ല. വെൽ നോൺ, ബഡ്ജറ്റഡ്, അത് ബഡ്ജറ്റിലുണ്ട് താനും. അപ്പോൾ ബഡ്ജറ്റിലില്ലാത്ത, നമ്മുടെ കണ്ണിൽപ്പെടാത്ത എന്തെങ്കിലും ലയബിലിറ്റി വന്ന് പതിക്കാൻ പോകുന്നില്ല. ആകെ ചെയ്യേണ്ടത് മോട്ടോർ വാഹന നികുതിയുടെ പാതി കൊടുക്കുക, ബാക്കി ഒരു ബാധ്യതയും സംസ്ഥാന സർക്കാരിന് വരാൻ പോകുന്നില്ല. സോ ഇതാണ് ഭരണഘടനാ പ്രശ്നം എന്ന് പറയുന്നത്. എന്തോ ഇല്ല, ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ട് മറുപടി കൊടുക്കത്തില്ലേ? ഈ എന്താ ചോദിച്ചത്? ഭരണഘടനാ പ്രതിസന്ധി ഉള്ള സമയത്ത് ഗവർണറെ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല, പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ആര്? കേന്ദ്ര സർക്കാർ അതിന് വേണ്ടിയിട്ടാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കാനാണ് കോൺഗ്രസും BJPയും കൂടി ചേർന്ന് കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസിൻ്റെ ചരിത്രം എന്താ? 2 തവണ പിൻവലിച്ച കേസാണ്, എന്നിട്ട് 3-ാം തവണയും കൊടുത്തിരിക്കുക. അത്രയ്ക്ക് ആസൂത്രിതമായിട്ടാണ് നീക്കം നടത്തിയിട്ടുള്ളത്. എന്നിട്ട് CNDAGയെ കക്ഷി ചേർത്തു, എന്നിട്ട് CNDAGയെ കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിക്കുക. ഇതൊക്കെ ഒറ്റക്കൊറ്റക്ക് അടക്കണമെന്ന് ചിന്തിക്കാനുള്ള അത്രയും മണ്ടത്തരം നമുക്കില്ല. ഇതെല്ലാം പരസ്പര ബന്ധം കാണാം. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനാണ് അത് ചെറുക്കും. ആ ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്
പരസ്യമായിട്ട് ഒരിക്കലും ഇന്നേ വരെ നിയമസഭയിലും ഈ തർക്കമൊക്കെ ഉണ്ടായിട്ടും CNDGക്കെതിരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ലക്ഷ്മണരേഖ കടന്നിരിക്കുക. ഇത് പറ്റില്ല. പക്ഷേ ഈ BJPയുടെ ഒരു സമീപനം ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നീക്കാനായിട്ടുള്ള വലിയ നീക്കങ്ങൾ, ഞാനിപ്പോൾ ഒന്നും കഥയൊന്നും പറഞ്ഞ അറിയാവുന്നതാണ്. അതിലേക്ക് സർക്കാർ ഏജൻസികൾ ഉപയോഗിക്കാൻ ED ആയാലും ബാക്കിയുള്ളതായാലും ഈ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധി വരാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ വേണോ വേണ്ടെന്ന്. അതാണ് ഞങ്ങൾ പറയുന്നത്. നല്ല മറുപടി ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരും, എല്ലാ പ്രതിസന്ധിയും തീരും. Can you remove the mask? Some problem. So final report ഇനി വരണം. See, I am not going to risk to wait for a final report. This is something so basic to our strategy of development of Kerala. കേരളം സോഷ്യൽ സെക്ടറിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വികസന തന്ത്രമാണ് ഇതുവരെ സ്വീകരിച്ചത്. Now we want to change the paradigm. അതിൻ്റെ നേട്ടങ്ങളൊക്കെ നിലനിർത്തണം. അതുണ്ട്. പൊതുവിദ്യാലയം നിർത്തും, പൊതു ആരോഗ്യം നിർത്തും, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നിലനിർത്തും. But we want to create infrastructure so that investment is attracted and quality jobs are created. This is a new paradigm development. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് ഇതിന് വേണ്ടത്ര പണം ഉണ്ടാവില്ല. So how do you do that? So we are mobilizing money from the market. ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പാരഡൈമിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയല്ല, AG അല്ല, ആര് വന്നാലും ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടാണ് വോട്ട് മേടിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും, അത് ചെയ്യൂനി. ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുന്നിൽ ഇതൊക്കെ വരട്ടെ. അതാണ് ഞാൻ ലാവ്ലിംഗ് കേസ് പറഞ്ഞത് മാഡം. ലാവ്ലിംഗ് കേസ് ഇപ്പോഴും ഓടുന്നത് ഏത് ന്യൂസ് റീലിൻ്റെ അടിസ്ഥാനത്തിലാണ്? കരട് റിപ്പോർട്ടിൻ്റെ ന്യൂസ് റീലിൻ്റെ അടിസ്ഥാനത്തിലാണ്. 374 കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കരട് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നതിനൊക്കെ ചില രാഷ്ട്രീയ ഉന്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതങ്ങോട്ട് പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ അതറിഞ്ഞുകൊണ്ട് തന്നെ അതിനോട് പ്രതികരിച്ചിരിക്കാം. പ്രശ്നമൊന്നുമില്ല. എഴുതിരുത്തണമെങ്കിൽ വളരെ നല്ലത്. പ്രതിപക്ഷ നേതാവും BJP ഒന്ന് പറഞ്ഞാൽ മതി, ഇതുവരെ സംസ്ഥാനത്തിനുണ്ടായിരുന്ന അധികാരം ഇനിയും തുടരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നൊന്ന് പ്രഖ്യാപിച്ചാട്ടെ, പ്രശ്നം തീർന്നു. ഇനി ഈ അഴിമതി തടയാൻ അഴിമതി പറഞ്ഞോ, നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം എന്താ അഴിമതി എന്നുള്ളത്. എന്തെങ്കിലും അഴിമതി പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാമെന്ന്. അപ്പോൾ ഇത് അവരെ കൊണ്ടുകൂടി പറയിക്കണം. കേസ് കൊടുക്കാൻ പോകരുത്. അവിടെ കോൺഗ്രസ് ആ കേസിനൊന്ന് തള്ളിപ്പറയണം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് കേരളത്തിന് ഈ കാര്യങ്ങളൊക്കെ വേണം, അതിന് ഇങ്ങനെ ഫണ്ട് മൊബിലൈസേഷൻ വേണം എന്ന് പറയണം. അതിനുവേണ്ടി തന്നെയാണ് ഈ വർത്തമാനം പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വോയിസ് ഇപ്പം എന്താ? ഇത് വേണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രതിപക്ഷവും ഭരണകക്ഷി MLA-മാരെല്ലാം ടെലിവിഷനിൽ കൊടുക്കുന്നുണ്ട്. ചില വിമർശനവും വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ അപൂർവമായിട്ട് ഇന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും എന്താണെന്നറിയാം, ഞങ്ങളുടെ ആശുപത്രി കൂടി എടുക്കണം കേട്ടോ, താലൂക്ക് പോരാ, CHC വേണമെന്നുള്ള ഡിമാൻഡ്. ഞങ്ങളുടെ സ്കൂളിൽ ഇത് മാത്രം പോരാ, ബെഞ്ചും ഡെസ്ക് കൂടി മാറ്റി തന്നെ പുതിയ കെട്ടിടമായി പഴയ ബെഞ്ചും ഡെസ്കും അടക്കുന്നത്. ഇതൊന്നും പോരാ എന്നാണ് വിമർശനം. കേരളത്തിൻ്റെ മൊത്തം വികാരം ഇത് മുന്നോട്ട് പോകണമെന്നാണ്. ഞാൻ കേരളത്തോട് പറയുന്നത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 1999 മുതൽ
LDF ഭരിച്ചപ്പോഴും UDF ഭരിച്ചപ്പോഴും കിഫ്ബിക്കുണ്ടായിരുന്ന അവകാശം സംരക്ഷിക്കപ്പെടും. അത് പാലം വലിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കണം. ഞാനിപ്പോൾ രാഷ്ട്രീയ കളി ഇതൊക്കെ യാദൃച്ഛികം എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ കേസ് വരാം, ഇദ്ദേഹം കക്ഷിയാവാം, ഇങ്ങനെ റിപ്പോർട്ട് വരാം. ആ റിപ്പോർട്ട് വരുമ്പോൾ അതിന് ആധാരമായിട്ടൊരു ചർച്ചയും സംസ്ഥാന സർക്കാരുമായി ഇല്ലാതിരിക്കാം. കോൺഗ്രസും BJPയും ഇതിനെക്കുറിച്ച് മാത്രം പറയുന്നില്ല, വേറെന്തോ അഴിമതിയെക്കുറിച്ച്. ഏത് അഴിമതി പറയട്ടെ? ഓഡിറ്റിങ്ങിൻ്റെ കാര്യം. ഏത് ഓഡിറ്റിങ്? നിങ്ങളുടെ കാലത്തും പറഞ്ഞത് ഈ ഓഡിറ്റിങ് പറ്റൂലെന്നല്ലേ? എന്താ നിങ്ങളുടെ പ്രശ്നം കിഫ്ബിയെ സംബന്ധിച്ച്? അപ്പോൾ ഇതൊക്കെ തകർക്കാനല്ലെങ്കിൽ ഇപ്പോൾ സ്തംഭിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. ഫോൺ സ്തംഭിപ്പിക്കാൻ പറ്റും, മൊബിലിറ്റി സ്തംഭിപ്പിക്കാൻ പറ്റും. ഇതുപോലെ അല്ലെ ടോറസ് പ്രൊജക്റ്റ് സ്തംഭിപ്പിക്കാൻ പറ്റും. ഒന്നാലോചിക്കുന്നത് 20 ഏക്കർ ഭൂമി കൊടുത്തിട്ട് 2000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. 200 ഏക്കർ ഭൂമിയാണ് നമ്മൾ ഇവിടെ സ്മാർട്ട് സിറ്റിക്ക് കൊടുത്തിട്ടുള്ളത്. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്? ഇതൊക്കെ വിവാദമാക്കി ഇതിനെയൊക്കെ സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ്. അത് നടക്കത്തില്ല. കിഫ്ബിയെ എങ്ങനെ സ്തംഭിപ്പിക്കാൻ നോക്കണ്ട. അപ്പോൾ കാരണം ഇതിൻ്റെ ഗുണഫലം ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അറിയാം. അതുകൊണ്ട് ജനങ്ങളോടത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇവരിത് പൊളിക്കാൻ നിൽക്കുകയെന്ന് പറയുകയാണ്. ഞാനിപ്പോൾ ചേർത്താ വായിച്ചത്. ഇതൊക്കെ ഞാനൊക്കെ എക്സ്പ്ലിസിറ്റായി പറഞ്ഞില്ലെന്നുള്ളൂ. പക്ഷേ ഇത് എവറിത്തിങ് ഫോൾസ് ഇൻ ടു എ പാറ്റേൺ. ഇങ്ങനെ ഓരോന്നും അഴിമതി ആരോപണം ഉന്നയിക്കുക. ED ആണെങ്കിലാണ് ഫിഷിംഗ് എക്സ്പെഡീഷൻ. ഇനി അവിടെ കൂടി ഉണ്ടായാലും ടേക്ക് ദ കേസ് ഓഫ് ഫോൺ. എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്? മണി ലോണ്ടറിങ്. ഹൂ ഈസ് മേക്കിംഗ് ദ പേയ്മെൻറ്റ് ഇൻ ടു ഫോൺ? ഒള്ളി കേരള ഗവൺമെൻറ്. ഫോൺ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി KSEB, KSTIL, കേരള ഗവൺമെൻറ്. ഇവരാണ് പണം കൊടുക്കുന്നത്. വേറെ ആരും ലോണ്ടറി ചെയ്യാൻ പണം വരുന്നില്ല. ആർക്കാ കൊടുക്കുന്നത്? ഒരു ഒള്ളി വൺ കമ്പനി, BHEL. അവരുടെ കൺസോർഷ്യത്തിനാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് സർക്കാർ, ഔട്ട്പുട്ട് BHEL, നവരത്ന കമ്പനി. എന്ത് മണി ലോണ്ടറിങ്ങാണ് അതിൻ്റെ ഉള്ളിൽ ഈ ED നോക്കണത്? പറ. മനുഷ്യന്മാരെയൊക്കെ എന്താ ഇങ്ങനെ അങ്ങോട്ട് കബളിപ്പിക്കാതിരിക്കുക. എന്ത് മണി ലോണ്ടറിങ് അതിനുള്ളിൽ നോക്കണം? മണി ലോണ്ടർ ചെയ്യാൻ പണമായിട്ട് ആരെങ്കിലും ഇവിടെ കയറണ്ടേ? ഇൻപുട്ട് സർക്കാർ. ഇനി സർക്കാർ മണി ലോണ്ടറിങ് നടത്തി എന്നുള്ളതാണ്. അത് എന്തുവെന്ന് വർത്താനാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നല്ലാതെ സർക്കാരിനടുത്ത് പണം ചെലവഴിക്കാൻ പറ്റുമെന്ന് ഏതാ? മാത്യു കൊഴുനാടിനാണ് വക്കാലത്ത്. ഒരു പ്രൊഫഷണൽ ജോലിയിലാണ്. അപ്പം അദ്ദേഹം പറയുന്നത് ഞാനൊരു പ്രൊഫഷണൽ നിലയിൽ എടുത്തിരിക്കുന്നതാണ്. ക്രിമിനൽ കേസ് അങ്ങനെ എടുക്കും. എൻ്റെ രാഷ്ട്രീയം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിലും ഇനി എതിരായിട്ടുള്ള ഒരാൾ, ഞാൻ വക്കീലാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി തെറ്റാണെന്നും പറയത്തില്ല. പ്രൊഫഷൻ അല്ലെങ്കിൽ സിവിൽ കേസ്. ഇതല്ലെന്ന് ഭരണഘടനാ പ്രശ്നമാണ്. ആ ഭരണഘടനാ പ്രശ്നത്തിൽ തനിക്കൊരു നിലപാടുമില്ല. ആര് കാലത്ത് വന്നാലും ഞാനത് വാദിക്കാൻ പോകുമെന്ന് പറഞ്ഞത് പിന്നെ എന്തുവാ അദ്ദേഹത്തിൻ്റെ ആശയ നിലപാട്? ഇതിൽ വാദിക്കുന്നത് എന്താ? സംസ്ഥാനത്തിന് അധികാരം പാടില്ലെന്നാ വാദം. അത് മാത്യു കൊഴുനാടിനെ പോലൊരാൾ, ഞാൻ പ്രൊഫഷണലാണ്, അതുകൊണ്ട് സംസ്ഥാനത്തിന് അധികാരം വേണ്ട എന്ന്, ഞാൻ ഭരണഘടനാ വിരുദ്ധമാണ്
എന്ന് പറഞ്ഞ് വാദിക്കാൻ എനിക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KPCCയുടെ സെക്രട്ടറി ആയിരുന്നിട്ട് പറയാൻ പാടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ വിശദീകരണം ജനങ്ങൾക്കൊരു മറുപടിയായിട്ട് മാറും. നിശ്ചയമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഈ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അതത് പ്രദേശത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, കേരള സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ, ഇതൊക്കെ ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ നഗരസഭയിൽ തുടങ്ങി വച്ചിരിക്കുന്ന കിഫ്ബി പ്രൊജക്റ്റുകളില്ലേ, വേണോ, മുന്നോട്ട് കൊണ്ടുപോകണോ, പാതി വഴിയിലിടണോ? UDF ഇതൊക്കെ തുടരുമെന്നുള്ളൂ. UDF തുടരുമെന്നാണ് വാഗ്ദാനമെങ്കിൽ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് UDF എന്ന് പറഞ്ഞാട്ടെ. 50,000 കോടി രൂപ. അതുകൊണ്ട് ഇത് തുടരണോ വേണ്ടയോ? ഫോൺ വേണോ? കേരളത്തിലുള്ള 30 ലക്ഷം കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ്, ഈ നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ നഗരസഭയിൽ തുടങ്ങി വച്ചിരിക്കുന്ന കിഫ്ബി പ്രൊജക്റ്റുകളില്ലേ, വേണോ, മുന്നോട്ട് കൊണ്ടുപോകണോ, പാതി വഴിയിലിടണോ? UDF ഇതൊക്കെ തുടരുമെന്നുള്ളൂ. UDF തുടരുമെന്നാണ് വാഗ്ദാനമെങ്കിൽ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് UDF എന്ന് പറഞ്ഞാട്ടെ. 50,000 കോടി രൂപ. അതുകൊണ്ട് ഇത് തുടരണോ വേണ്ടയോ? ഫോൺ വേണോ? കേരളത്തിലുള്ള 30 ലക്ഷം കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ്, ടെലിവിഷൻ കേബിൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടാവണം. അതുവഴി ഫ്രീ ഇൻ്റർനെറ്റ് കിട്ടുക എന്ന് മാത്രമല്ല, ഇവർ ഡയറക്റ്റ് കാരിയറാണ്. ഏതൊരാൾക്കും, ഏതൊരു സർവീസ് പ്രൊവൈഡറിനും തുല്യ അവസരത്തിൽ കേരളത്തിൽ ഇനി മത്സരിക്കാം. വേറെ എല്ലായിടത്തും ജിയോട് മത്സരിക്കണമെങ്കിൽ ഹാൻഡിക്യാപ്റ്റാണ്. അവരുടെയാണ് ഹൈവേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരും ഫീസ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോൺ നെറ്റ്വർക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താം. തുല്യ അവസരം. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ടെന്ന്. വി ആർ ഗ്യാരണ്ടിങ് ഇൻ്റർനെറ്റ് ഫ്രീഡം ഇൻ കേരള. അപ്പോൾ ഇത് വേണോ വേണ്ടെന്ന് ചോദിക്കുമെന്ന്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ്. അങ്ങനെ തന്നെയാണ്. ശരി, എന്നാ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആർക്കും വിളിച്ചു പറയാവുന്നതാണ്. കിഫ്ബിയുടെ പണം എവിടെ നിന്നാണ്? സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട്. സംഭാവനയൊന്നും ആരും മേടിക്കുന്നില്ലേ? 2, ദേശസാൽകൃത ബാങ്കുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ നബാർഡ്, പിന്നെ മസാല ബോണ്ട് വഴി എടുത്തിട്ടുള്ള പണം. ഇതിൽ ഏതിൽ കൂടിയാ സ്വർണ്ണക്കടത്തിൻ്റെ പണം വന്നതെന്ന് പറയണ്ടേ? എന്തും വിളിച്ച് പറയാം എന്നുള്ള നിലയിലേക്ക് ഇവരൊക്കെ അധപ്പതിച്ചിരിക്കുകയാണ്. എന്തൊരു അധപ്പതനം! യുക്തി വേണ്ടേ പറയുന്നതിന്? അത് തങ്ങളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലവട്ടം പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ ഉണ്ട്, ഇല്ലാതിരിക്കുമോ എന്നുള്ള സംശയം എങ്ങനെ പറ്റുക? അതുകൊണ്ട് സുരേന്ദ്രൻ ചെയ്യേണ്ടത് ഒരു മാന്യതയ്ക്കെങ്കിലും ഏത് വഴി പോസിബിളി, തെളിവും തരണ്ട ഇങ്ങനെ വന്നെന്ന്, ഏത് വഴി സ്വർണ്ണത്തിൻ്റെ പണം ഇതുവഴി ഏത് വഴി വരാനൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതയുണ്ട് എന്നൊന്ന് കേരളത്തോട് വിശദീകരിക്കണം. വേറെ തെളിവൊന്നും കൊണ്ടുവരണ്ട. ഇങ്ങനെ അങ്ങനെ വന്നാൽ ഈ പണം ഇതിലേക്ക് കയറാം എന്നുള്ളതൊന്ന് വിശദീകരിച്ച് തന്നെ വെച്ചാൽ
ശരി, ആയിക്കോട്ടെ, ഇരുന്നോട്ടെ. എന്നാലും ഇത് എങ്ങനെയാണ് കിഫ്ബിയുടെ ഫണ്ടിലേക്ക് വരുന്നത്? എൻ്റെ വഴിയെ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്കൊരു വിജ്ഞാനപ്രദമായിരിക്കുമല്ലോ. നമ്മൾ കാണാത്തൊരു വഴി ഇദ്ദേഹം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞാട്ടെ. ബന്ധമുണ്ടായതുകൊണ്ട് പണം അയക്കാൻ പറ്റുമെന്ന്. ഞാൻ പണം നിക്ഷേപിച്ചിട്ടില്ലല്ലോ കിഫ്ബിയിൽ. അതാണ് വഴിയെന്ന് പറഞ്ഞാലും ഞാൻ പണം നിക്ഷേപിച്ചിട്ടില്ലല്ലോ. അപ്പം അദ്ദേഹം എൻ്റെ വഴി ഒന്ന് ചാർട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി പഠിക്കായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷ MLA-മാർക്ക് കേസിൽ കൊടുക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റാണോ? ആരോപണമൊക്കെ എപ്പോഴും ഉന്നയിക്കുന്ന നല്ല കാര്യം. ഈ കേരളത്തിലാണ് പറയണേ. കേരളത്തിൽ എന്തെല്ലാം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണം. അതിൻ്റെ പേര് കേസിൽ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ അവസാനിക്കാനാണ്? അതൊന്നുമില്ല. അങ്ങനെ പകരം പോക്കലൊന്നുമില്ല. അതില്ല, അത് നടക്കില്ല. കേരളത്തിൽ ഇതൊന്നും മേടിച്ചേ 2 കടലാസും ഇല്ല. ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കിഫ്ബിക്കെതിരായ ആരോപണത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വീണിടത്ത് കിടന്ന് ഉരുളുന്നുവെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. കിഫ്ബിക്കെതിരെ BJPയും കോൺഗ്രസും നടത്തുന്ന ഒളിച്ചുകളി കൈയോടെ പിടിക്കപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാനാണിത്. പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് മറുപടിയില്ല. CAG കരട് റിപ്പോർട്ടിലെ പരാമർശത്തിന്റെ പേരിൽ തൊടുന്യായം പറഞ്ഞ് ഒളിച്ചോടാനാണ് ശ്രമം. കരട് റിപ്പോർട്ടിന്റെ മറവിൽ CAG അസംബന്ധം പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും എന്നുൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കിഫ്ബിയിലൂടെ നേട്ടമുണ്ടാക്കാത്ത ഒരു തദ്ദേശ സ്ഥാപനം പോലും കേരളത്തിൽ ഇല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. CAG ഓഡിറ്റ് വേണ്ട എന്ന കാര്യം പറഞ്ഞതിനെ കുറിച്ചാ പ്രതിപക്ഷ നേതാവേ ഈ വാചകടി നിർത്തിയിട്ട് 1999 മുതൽ നിങ്ങൾ ഭരിക്കുമ്പോഴും കിഫ്ബിക്കുണ്ടായിരുന്ന ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കാൻ ഞങ്ങളുമുണ്ട് എന്നൊന്ന് പറഞ്ഞാട്ടെ. അതാണ് പോസിറ്റീവ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്ത് വന്നാലും അദ്ദേഹം അത് പറയില്ല, വേറെ കാര്യങ്ങളാണ് പറയും. അവിടെ ഞാൻ വെല്ലുവിളിക്കുന്നത് അദ്ദേഹം ഇത് പറ, ഇതാണ് ചോദ്യം, അതിന് മറുപടി പറ. ശരി, താങ്ക് യു. ശരി, എന്തായാലും കിഫ്ബിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാനായിട്ട്. കിഫ്ബിയിൽ CAG ഓഡിറ്റ് വേണ്ടെന്ന UDF സർക്കാർ നിലപാടെടുത്തതിന്റെ രേഖകളും അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവിനടുത്ത് ധനമന്ത്രി തോമസ് ഐസക് ചോദിച്ചതിന്റെ കൃത്യമായ മറുപടിയില്ല. അദ്ദേഹം വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു. CAG കരട് റിപ്പോർട്ട് CAG പറയുന്നത് തെറ്റാണ് എങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നും അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, UDF ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, കഴിഞ്ഞ UDF ഭരണത്തിൽ 24/1/2006 C ആൻഡിയുടെ കത്താണ്. നിങ്ങൾ C ആൻഡ് AGയെ കിഫ്ബിയുടെ ഓഡിറ്ററായി നിയമിക്കണം. അന്ന് UDF ഭരണത്തിൻ്റെ കീഴിൽ UDF നൽകിയ മറുപടിയാണ് നിങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്യുന്നത്. അലോക് ഷീല് അദ്ദേഹം എഴുതി, ഇൻട്രസ്റ്റിംഗ് ഓഡിറ്റ് ഓഫ് ദ ബോർഡ്സ് അക്കൗണ്ട്സ് വിത്ത് C ആൻഡ് AG does not arise at this stage as it is not envisaged in either KIFBI Act or scheme. UDF കൊടുത്ത മറുപടിയാ. നിങ്ങൾ രേഖ ഞാൻ നിങ്ങൾക്ക് തരാൻ പോയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും മറുപടി ഇപ്പോൾ കിഫ്ബി നൽകിയിട്ടുണ്ട്?
2002 ഈ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് അതിൻ്റെ കള്ളാസ് തരാം. 2006 UDF ഭരണം അവസാനിക്കുമ്പോഴും C&AG ഞങ്ങളെ നിങ്ങളുടെ ഓഡിറ്ററായിട്ട് നിയമിച്ച് ഗവർണർ വഴി അറിയിക്കണം. UDF അന്നത്തെ അലോക്ഷിയിൽ നൽകിയ മറുപടി ദാറ്റ് ഇഷ്യൂ ഡസ് നോട്ട് അറൈസ്. കാരണം കിഫ്ബിയുടെ ഓഡിറ്ററെ നിശ്ചയിക്കാൻ കിഫ്ബി നിയമത്തിൽ വ്യവസ്ഥ വേറെയുണ്ട്.